ആദ്യം തന്നെ ഒരു കാര്യം പറയാം. മരിക്കാൻ പോകുന്ന സമയത്ത് വർഗീയതയും കൊണ്ടാണോ പോകുന്നത്? നമ്മൾ കൂടിപ്പോയ എത്ര വർഷമാണ് ജീവിക്കുന്നത്? അത് നിങ്ങളൊന്ന് ചിന്തിക്കുക. നമുക്ക് വേറൊരു അസുഖവും വന്നിട്ടില്ല, ആക്സിഡന്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെയൊക്കെ നോക്കുവാണെങ്കിൽ 10-60 വയസ്സ് വരെയൊക്കെ കഷ്ടിച്ച് ജീവിച്ചാൽ പറയാൻ ജീവിച്ചെന്ന്. പിന്നെ എന്തിനാണ് ഇവിടെ വർഗീയത കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു യുവതി രംഗത്ത് വന്നിട്ട് പറയുവാണ് നബിദിനം ആഘോഷിക്കരുതെന്ന്. നബിദിനം ആഘോഷിക്കരുതെന്ന് പറയുന്ന ഒരു യുവതിയുടെ ഒരു വാദമാണ് നമ്മളിപ്പോ കേൾക്കാൻ പോകുന്നത്. ആ യുവതി പറയുന്ന ഒരു വീഡിയോ ഞാൻ എന്തായാലും സൈഡിൽ വെച്ച് തരാം. അതിനുശേഷം അൻസാരി സൂരി ഉസ്താദ് പുള്ളിക്കാരിക്ക് തക്കതായിട്ടുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. എന്തായാലും നിങ്ങൾ അത് ഓരോരുത്തരും കേൾക്കണം. വിഷയത്തിലേക്ക് എന്തായാലും വരാം. അപ്പൊ അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഒരു 5 വർഷം മുമ്പ്, ഏകദേശം 5 വർഷമായിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു ഉസ്താദ് ഒരു പ്രസംഗത്തിൽ പറയുകയാണ്, ഓണം ആഘോഷിക്കരുതെന്നും പറഞ്ഞ ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നുണ്ട്. ആ ഒരു പ്രസംഗം വെച്ചിട്ടാണ് ഈ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് ഒരു സംഘി പറയുകയാണ്, ഓണം ആഘോഷിക്കേണ്ടെന്ന് പറഞ്ഞു ഇവൻ. ഈ ഉസ്താദിനെയാണ് പറയുന്നത്, ഇവൻ ഓണം ആഘോഷിക്കേണ്ടെന്ന് പറയുന്നു. ആരാണ് ഇവൻ ഇങ്ങനെയൊക്കെ പറയാനെന്നാണ് ആ പുള്ളിക്കാരൻ ചോദിക്കുന്നത്. അതിന്റെ ഒരു അഭിപ്രായം പറഞ്ഞതിന് ശേഷം ഞാൻ ബാക്കി വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ എന്നൊന്ന് ആലോചിക്കുക, എന്റെ ഈ വീഡിയോ കാണുന്ന ക്രിസ്ത്യാനികളായിക്കോട്ടെ, മുസ്ലിങ്ങളായിക്കോട്ടെ, ഹിന്ദുക്കളായിക്കോട്ടെ, എല്ലാവരും ഒരു 99% ആൾക്കാരും പിന്നെ ഓണസദ്യ കഴിച്ചവരായിരിക്കും, ഓണം ആഘോഷിച്ചിട്ടുള്ളവരായിരിക്കും. ഓണം എന്ന് പറയുന്നത് ഒരു മതത്തെ കുറിച്ചിട്ടല്ലെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കേരളീയരായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ആഘോഷിക്കാൻ പറ്റുന്ന, അതായത് മലയാളികളായിട്ടുള്ള എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ ആഘോഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഓണം എന്ന് പറയുന്നത്. അതാണ് ഞാൻ പേഴ്സണലി പറയുന്നത്. എന്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു ഉത്സവം തന്നെയാണ് ഈ ഓണം എന്ന് പറയുന്നത്. ഒന്ന് ആലോചിക്കണം, കേരളത്തിൽ മാത്രം ഉള്ള ഒരു സംഗതിയാണ്. ഈ മലയാളികളായിട്ടുള്ള പുറത്തുള്ള ആൾക്കാരെ അവിടെ പോയിട്ട് ഓണം ആഘോഷിക്കുന്നവരില്ലേ? എന്റെ അഭിപ്രായത്തിൽ ആർക്ക് വേണമെങ്കിലും ഓണം ആഘോഷിക്കും. അതിപ്പോ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ അങ്ങനെയൊന്നുമില്ല. എല്ലാ മതക്കാർക്കും ആഘോഷിക്കാവുന്ന ഒന്നാണ് ഓണം. നമ്മൾ എല്ലാവരും മനുഷ്യന്മാരാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും ഓണം ആഘോഷിക്കാം. അതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യ ദിനം നടന്നു, ഇൻഡിപെൻഡൻസ് ഡേ. അതായത് വർഗീയതയും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ നമ്മൾ എല്ലാവരും ആഘോഷിച്ചു. അപ്പൊ പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ജാതി മതം ഒന്നും ഇല്ലാണ്ട് ഒരുപോലെ എല്ലാവരെയും കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ലൈക്ക് തീർച്ചയായിട്ടും ചെയ്യണം. ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരെയും ഒരുപോലെ കാണുന്നത്. നമുക്ക് എന്തായാലും ആദ്യം നബിദിനം ആഘോഷിക്കേണ്ടെന്ന് ഒരു യുവതി പറയുന്നുണ്ട്. നമുക്ക് അത് കേട്ടിട്ട് വരാം. അതിനുശേഷം നമ്മുടെ അൻസാരി ഉസ്താദിന്റെ മറുപടിയും കേൾക്കാം. കേൾക്കട്ടെ. റബീഉൽ 12 വർഷത്തിൽ ഒരു ദിവസം ഫുള്ള് ജാതിയുമായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ബഹളവും പടക്കം പൊട്ടിക്കലും അതും ഇതുമായിട്ട് ശബ്ദമലിനീകരണവും എന്താ പറയാ, ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് നബിയോടുള്ള സ്നേഹം കാണിക്കുക. ചിലപ്പോൾ ഇതിപ്പോ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഇത്ര അധികം ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കാൻ, പ്രഹസനത്തിന് വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ അത് ആവശ്യമായിട്ട് പൈസ ആവശ്യമായിട്ട് വരുന്ന ആളുകളും സമുദായത്തിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയാ, വല്ലോ ചികിത്സാ സഹായമായിട്ടോ അതല്ലെങ്കിൽ വല്ലോ കല്യാണം നടത്തേണ്ട ആളുകൾക്ക് അങ്ങനെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിദ്യാഭ്യാസത്തിൽ എന്തെങ്കിലും പൈസയുടെ ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത്. അപ്പൊ എന്തായാലും അൻസാരി ഉസ്താദ് ഇതിന് കിഡിലും മറുപടി കൊടുക്കുന്നുണ്ട്. അത് ഞാൻ വെച്ചുതരാം. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയുവാണ്. അപ്പൊ ഈ ഗണപതിയെ വെള്ളത്തിൽ ഒഴുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, പിന്നെ വർഷത്തിൽ ഒരിക്കൽ ഗണപതിയെ ഇങ്ങനെ വെള്ളത്തിൽ വെക്കുന്ന ഒരു സംഭവം. ഒരു വർഷം എത്രയോ പേര്, കോടിക്കണക്കിന് ആൾക്കാർ കാത്തിരുന്നിട്ടാണ് ആ ഒരു ഉത്സവം വരുന്നത്. അതുപോലെ തന്നെയാണ് ഈ നബിദിനവും ഓണവും ക്രിസ്മസും എല്ലാം വരുന്നത് തന്നെ. എല്ലാവരും വെയിറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനത്തെ ഓരോ ഫെസ്റ്റിവൽ വരുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ മനുഷ്യന്മാരാണോ, നമ്മുടെ കേരളത്തിലുള്ളവരാണോ, എവിടെ ഉള്ളവരായിക്കോട്ടെ, ഓണവും ക്രിസ്മസും നബിദിനവും പെരുന്നാളും എല്ലാം ആഘോഷിക്കണം. മദ്രസയിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് നബിദിനം എന്ന് പറയുമ്പോൾ ഒരു ഉത്സവം തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ മദ്രസയിൽ പരിപാടികളും കാര്യങ്ങളും, പാട്ടും പ്രസംഗവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പങ്കെടുക്കുക. അതിലൂടെ അവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും അങ്ങനെയൊക്കെ കിട്ടുമെന്ന് ഓർത്ത് അവർ ഭയങ്കരമായിട്ട് പിന്നെ ആഗ്രഹിക്കുന്ന ഒരു ദിവസം തന്നെയാണ് നബിദിനം. അതുപോലെ തന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ അങ്ങനെയാണ് കുട്ടികൾ ആഘോഷിക്കുന്നത്. അതിന് നമുക്കിനി അടുത്ത ഉസ്താദിന്റെ മറുപടി ഒന്ന് കേട്ടിട്ട് നാദിയ ഈ മുസ്ലിം സമുദായത്തെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. മറ്റൊന്നും കൊണ്ടല്ല, നാദിയയുടെ വാക്കുകൾ കേട്ടില്ലായിരുന്നെങ്കിൽ ഈ നബിദിനത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കം അത് നബിദിനത്തിന് അന്ന് പൊട്ടുകയും മുസ്ലിം സമൂഹത്തിന്റെ ഈ പൈസയൊക്കെ വെറുതെ പാഴായി പോയന. പൊന്നാര നാദിയ, മുസ്ലിം സമുദായത്തിന്റെ ആഘോഷങ്ങളിൽ എവിടെയെങ്കിലും മനുഷ്യർക്ക് ഗുണമല്ലാത്ത എന്തെങ്കിലും സംഗതികൾ കണ്ടിട്ടുണ്ടാകും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്ന് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ ചെറിയ പെരുന്നാളിന് തൊട്ടു മുന്നോടിയായിട്ടുള്ള റമദാൻ വരുമ്പോൾ നമ്മൾ എന്താണ് കാണാൻ കഴിയുന്നത്? അപ്പോ ഈ ഉസ്താദ് പറയുന്നുണ്ട്, ജാതിഭേദമില്ലാതെ ഒരുപാട് ആൾക്കാർ പെരുന്നാളിനൊക്കെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഇവിടെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട്, ഒരുപാട് സ്ഥലത്ത് കാണാൻ കഴിയുന്നത് ഈ നബിദിനത്തിന് ഘോഷയാത്രയിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ഈ പിന്നെ ഹിന്ദുക്കളാണ്, അമ്പലത്തിലുള്ള പൂജാരിമാരാണ് അവർക്ക് പിന്നെ പായസവും മധുരങ്ങളും ഒക്കെ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ തന്നെ, നമ്മുടെ നാട്ടിൽ തന്നെ അങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ അമ്പലത്തിലെ ഉത്സവവും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ
അവര് ഇതുപോലെ പായസവും അതുപോലെ തന്നെ റോസ് മിൽക്ക് അങ്ങനെയുള്ള മധുരങ്ങളൊക്കെ ഈ ഉത്സവം നടത്തുന്ന ആ അമ്പലത്തിലും ഈ മുസ്ലിങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതൊക്കെ അങ്ങനെ മതസൗഹാർദ്ദത്തിൽ പെടുത്തണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും മതസൗഹാർദ്ദത്തോടു കൂടി ആഘോഷിക്കണം. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കില്ലേ, എത്രയോ പാവങ്ങളെയാണ് സഹായിക്കുന്നത്. ഹിന്ദുക്കളാണെങ്കിൽ മുസ്ലിങ്ങളെ സഹായിക്കും, ക്രിസ്ത്യൻസിനെ സഹായിക്കും, അങ്ങനെയുള്ള എല്ലാ ജാതിക്കാരെയും സഹായിക്കും. അതുപോലെ തന്നെ മുസ്ലിങ്ങളും എല്ലാ ജാതിക്കാരെയും സഹായിക്കും, ക്രിസ്ത്യൻസും എല്ലാ ജാതിക്കാരെയും സഹായിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള മനസ്സുള്ളവരും ഉണ്ടല്ലോ. ലക്ഷക്കണക്കിന് അതിലെ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷ്യധാന്യ കിറ്റുകളൊക്കെ ജാതി മതഭേദമന്യേ എല്ലാ സമൂഹങ്ങൾക്കും എത്തിച്ചു കൊടുക്കുകയാണ്. ഇഷ്ടം പോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും കാണുന്നതാണ്. ഇനി പെരുന്നാളായി കഴിഞ്ഞാലോ ഫിത്ർ സക്കാത്തിന്റെ അരി, ടൺ കണക്കിന് അരി വിതരണം ചെയ്യപ്പെടുകയാണ്. ഇനി വലിയ പെരുന്നാൾ വന്നാലോ അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ മാംസം മനുഷ്യരിലേക്ക് എത്തപ്പെടുകയാണ്. ഭക്ഷ്യ വിഭവങ്ങൾ ആളുകളിലേക്ക് എത്തപ്പെടുകയാണ്. അപ്പൊ 100% ശരിയാണ്. നിങ്ങൾ എല്ലാവരും ഓർക്കുക, ജാതി മത ഭേദമില്ലാതെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. നിബിധനം വന്നാലോ ഇതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണ് ഓരോ മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളും ഭക്ഷണം ഉണ്ടാക്കി ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും വിതരണം ചെയ്യുകയാണ്. മനുഷ്യർക്ക് അനുഗുണമല്ലാത്ത ഒരു ആഘോഷവും ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ, ഇവിടെ പല ആഘോഷങ്ങളും നടക്കുന്നുണ്ടല്ലോ. കോടിക്കണക്കിന് രൂപയുടെ പടക്കങ്ങൾ ആകാശത്ത് പൊട്ടുമ്പം 2 കിഡ്നി നഷ്ടപ്പെട്ടവൻ ഇങ്ങനെ മാനത്തേക്ക് നോക്കി ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ അതൊക്കെ ഓരോരുത്തരുടെയും സന്തോഷവും ആഘോഷവും അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സന്തോഷം മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ മറ്റുള്ളവർക്ക് അപരന് ഉപകാരമില്ലാത്ത എന്തെങ്കിലും ഒരു ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, ഈ ഉസ്താദ് മുസ്ലിം എന്ന് എടുത്തു പറയുന്നത് വർഗീയത കൊണ്ടുവരുമല്ല കേട്ടോ. ആ ഒരു യുവതിയെ എടുത്തു പറഞ്ഞത് കൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ സംസാരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. പല ആഘോഷങ്ങളും പല സന്തോഷങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പത്രത്തിൽ നമുക്ക് കാണാം 18 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഇവിടെ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, നിബിധനം ഇതൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും വാർത്ത ഇല്ല. നിബിധനമാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും അതൊക്കെ കൊണ്ട് മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ളൊരു ഉപകാരം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നാദിയ, ചാരിറ്റി ദയവ് ചെയ്ത് ചാരിറ്റി ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കരുത്. ഇപ്പം നാദിയ തന്നെ കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഇവിടെങ്കിലും നിങ്ങൾ ഏതെങ്കിലും മനുഷ്യരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടില്ല ഇല്ല. നാദിയയുടെ അധിക റിയാക്ഷൻ വീഡിയോയും ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ ലഭ്യരാക്കാൻ വേണ്ടി ആക്ഷേപിക്കാൻ വേണ്ടിയും ആകുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ എന്തെങ്കിലും ഒരു പ്രയാസവുമായി ബന്ധപ്പെട്ട്, അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് ഈ ചാരിറ്റി പഠിപ്പിക്കുന്നത്? അപ്പോൾ ഈ നാദിയോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ കൊണ്ടുപോകാം. അപ്പം നിങ്ങളോട് എല്ലാവർക്കും ഒരു ഇത് തോന്നും, ഇങ്ങനെ വെറുതെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ വർഗീയത പറയുന്നവരൊന്നും ഒരു മനുഷ്യനെ സഹായിക്കാത്തവരാണ്. ഈ അൻസാരി ഉസ്താദിന്റെ പ്രൊഫൈൽ തന്നെ ഒന്ന് എടുത്തു നോക്കി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ എന്നൊന്നുമില്ല, ജാതിഭേദമന്യാണ് പുള്ളിക്കാരൻ എല്ലാവരെയും സഹായിക്കുന്നത്. പുള്ളിക്കാരനെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും സഹായ അഭ്യർത്ഥന നടത്തുന്നുണ്ട് എല്ലാ ആൾക്കാരോടും. എന്നിട്ട് QR കോഡൊക്കെ വെച്ചിട്ട് ഒരുപാട് പേർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് പുള്ളി. അതല്ലേ യഥാർത്ഥ ഒരു നല്ലൊരു മനുഷ്യൻ എന്ന് പറയുന്നത്? ബാക്കിയും കൂടെ കേൾക്കാം. നിങ്ങൾ ആരോടാണ് ഈ ഉപദേശം നടത്തുന്നത്? എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ പള്ളിയുടെയും കവാടങ്ങളിൽ ജാതി മതഭേദമന്യേ എത്ര മനുഷ്യരെ കാണാൻ കഴിയും? അവർ ആ പ്രതീക്ഷയോടുകൂടി ഇവിടെ വരികയല്ലേ. എന്നാൽ വലിയ വലിയ ആഘോഷങ്ങൾ പുറത്തു നടക്കുന്നു. അതിന്റെ കവാടങ്ങളിൽ എവിടെയെങ്കിലും ഒരു കിഡ്നി രോഗിയെ കാണാൻ കഴിയും, ഒരു ക്യാൻസർ പേഷ്യന്റിനെ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ, എനിക്ക് ഒറ്റക്കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ചാരിറ്റി എന്നും പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കരുത്. പിന്നെ ഉസ്താദ് പറയുന്നത് വളരെ ശരിയാണ്. കാര്യം ഉസ്താദ് പറയുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു നബിദിനം വർഷത്തിൽ ഒരിക്കൽ വരുമ്പം കുഞ്ഞുകുട്ടികൾ ഈ വഴി തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന ഹബീബായ തങ്ങളുടെ അധ്യാപനമാണ്. വഴി തടസ്സപ്പെടുത്താതെ അതിനൊക്കെ പ്രത്യേകമായ വാളണ്ടിയേഴ്സിനെ നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാ സമൂഹം അങ്ങനെയല്ലേ. ഇപ്പം ശ്രീകൃഷ്ണ ജയന്തി വരുമ്പം ശോഭയാത്ര നടക്കുന്നു. അവരെത്ര കൃത്യമായിട്ട് അച്ചടക്കത്തോടു കൂടി സമീപത്തോട് കുട്ടികളെ എങ്ങനെ കൊണ്ടുപോകുന്നു. വാളണ്ടിയേഴ്സിന് ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് വണ്ടികളൊക്കെ യഥേഷ്ടം വിടാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഗ്രഹാതുരത്വമാണ്, നമ്മുടെ നാടിന്റെ പാരസ്പര്യം കൂടിയാണ്. ഇപ്പൊ നമ്മുടെ നിബിധന റാലി പോകുന്ന സമയത്ത് മറ്റ് സമൂഹങ്ങൾ വെള്ളം കൊടുക്കുന്നു, അവരെ യാത്ര പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു ഗ്രഹാതുരത്വമായി. ഇതൊക്കെ ഇവിടെ നടന്നോട്ടെ, ഇതൊക്കെ നല്ല കാര്യമല്ലേ. ഇത് കുരുപൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി കുരുപൊട്ടുക. ഇവിടെ നബിദിനാഘോഷം നടക്കും, കുട്ടികൾ റാലി പോകും, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ സ്വലാത്ത് ദിക്റൊക്കെ ചൊല്ലി പോകും. അത് പൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി പൊട്ടുക. നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾക്ക് പൊട്ടും. നമ്മളിവിടെ നടത്തിക്കൊണ്ടേയിരിക്കും ചെയ്യും. അതുകൊണ്ട് അതിന് എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഇവിടുത്തെ ഗവൺമെന്റ് നോക്കിക്കണം. അതുകൊണ്ട് ഞാൻ ആദ്യം ഒറ്റ കാര്യം പറയാനുള്ളൂ, ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. പ്രിയപ്പെട്ട നാദിയ, ഏതൊരു പുണ്യപുരുഷന്റെ ജന്മദിനമാണോ ഇവിടെ ആഘോഷിക്കുന്നത്, ആ പുണ്യപുരുഷൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അനുരുചരൻ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടി, മോനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീവുൽ കലാം, മനോഹരമായി മനുഷ്യരോട് സംസാരിക്കലാണ്. ത്വാമുത്താം, വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും മനുഷ്യരോട് മര്യാദക്ക് സംസാരിക്കാനും പഠിപ്പിച്ച ഒരു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാണ്.
ആ വസന്തം ഞങ്ങൾ ആത്മീയതയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. നിയമാനുസൃതമായി നിയമത്തിന് വിരുദ്ധമല്ലാത്ത ഏതൊരു സംഗതികളും ഞങ്ങളിവിടെ അനുവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് നാദിയ, അപ്പൊ ഉസ്താദ് വളരെ സത്യസന്ധമായിട്ടും നല്ലൊരു രീതിയിൽ ആണ് ഈ പറഞ്ഞു വെക്കുന്നത്. നമുക്ക് എന്തായാലും ഇനി ഉസ്താദിന്റെ അവസാന ഭാഗം കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അദ്ദേഹത്തിന് പാണക്കാട്ട് പോയി പെർമിഷൻ എടുക്കണമായിരിക്കും. അതായിരിക്കും അദ്ദേഹത്തിന്. ആണെന്നെ കൂട്ടിക്കോണോ, പാണക്കാട് പോയി പെർമിഷൻ എടുക്കണോ, ആണെന്നെ കൂട്ടിക്കോ. എന്നിരുന്നാലും ഒരു അന്തസ്സുണ്ട്, അവരെ കൂടെ ജനങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ട്. പിന്നെ എവിടെ പോയി പെർമിഷൻ എടുക്കണം? പാലായില്ല, പൂഞ്ഞാറില്ല. സത്യക്രിസ്ത്യാനികൾ കെട്ടിച്ചില്ലടാ. ക്രിസ്ത്യാനികൾക്ക് പോലും വേണ്ടാത്ത നിന്റെ ഇടയ്ക്കൊക്കെ വന്ന് പെർമിഷൻ എടുക്കണ. നീയൊക്കെ ആരാ ഈ രാജ്യത്ത്? ഇത് വളരെ ഒരു കാര്യം BJP പറയുന്നു, നിങ്ങൾ ചൊല്ലാൻ മടിച്ചാലും മടിച്ചില്ലെങ്കിലും ചൊല്ലിയാലും ഇല്ലെങ്കിലും കേരളത്തിൽ 15,000 കേന്ദ്രങ്ങൾ BJP വന്ദേമാതരം പൂർണ്ണമായും ആലോചിച്ചുകൊണ്ട് 10,000 കേന്ദ്രങ്ങളിൽ ചൊല്ലടാ. ആരാ പറഞ്ഞു നിങ്ങൾക്ക് വന്ദേമാതരം ചെല്ലണ്ടെന്ന് പറഞ്ഞത്? നിങ്ങൾ ചെല്ലിക്കോ, ചെല്ലാത്തവരെ ചെല്ലിപ്പിക്കണമെന്നാ പറഞ്ഞത്. ഇവിടെ ആർക്കും രാജ്യസ്നേഹം കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി ചൊല്ലേണ്ടതോ പറയേണ്ടതോ പിടിക്കേണ്ടതോ കാര്യമില്ല. രാജ്യസ്നേഹം എന്നുള്ളത് മനുഷ്യന്റെ സ്വാഭാവികമായ വികാരമാണ്. ഈ രാജ്യസ്നേഹം തെളിയിക്കേണ്ടത് നിങ്ങളുടെയൊക്കെ ബാധ്യതയാണ് ഷോൺ ജോർജ്. കാരണം ഈ ഇന്ത്യ സ്വാതന്ത്ര്യലബ്ധി നേടിയത് ആരിൽ നിന്നാണ്? ഈ രാജ്യം വിട്ട് ബ്രിട്ടീഷുകാർ പോകുമ്പോൾ, സായിപ്പന്മാര് പോകുമ്പോൾ ഇവിടെ പല തറവാട്ടുകാരുടെയും വീടിന്റെ മുറ്റത്ത് സായിപ്പന്മാരുടെയും രാജ്ഞിമാരുടെയൊക്കെ ചിത്രം ഉണ്ടായിരുന്നല്ലോ. ഇന്നും അതിന്റെ ഗുണഭോക്താക്കളാണല്ലോ. അപ്പം ഷോൺ ജോർജ്, നിങ്ങളൊക്കെ അല്ലേ സത്യത്തിൽ രാജ്യസ്നേഹം തെളിയിക്കേണ്ടത്? ബാക്കിയുള്ളവർക്ക് അതിന്റെ ആവശ്യമുണ്ടാ? കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്തവർ മുസ്ലിമീങ്ങൾ, ഹിന്ദുക്കൾ, സിഖുകാരാണല്ലോ. അതുകൊണ്ട് ഷോൺ ജോർജ്, ഈ മറ്റ് BJP-ക്കാരും RS-കാരും ചെല്ലിയില്ലെങ്കിലും നീ രാവിലെ ഒരു വൈകുന്നേരം വരെ കുടിയും പിടിച്ചുകൊണ്ട് വന്ദേമാതരം ഉറങ്ങരുന്ന ആളാ നീ. ഫുള്ളിനും ചെല്ലുന്നു. നിനക്ക് വേണമെങ്കിൽ സുമേഷിനെ കൂടെ കൂട്ടിത്തരാം. സുമേഷെ കറക്കി വിടും. അപ്പൊ എന്തായാലും ഉസ്താദ് പറഞ്ഞതെല്ലാം കേട്ടല്ലോ. എല്ലാം ശരിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ.